എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക്, യൂട്യൂബിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇനി അടുത്ത് നമുക്ക് നടക്കാൻ പോകുന്നത് ഫയർമാൻ എക്സാം ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ നമുക്കിനി എക്സാമിനോടടുത്ത് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതിൽ ഒന്നാണ് മോക്ക് എക്സാമുകൾ ധാരാളമായിട്ട് അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ, പിന്നെ പഠിച്ചത് റിവൈസ് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. ഒരു ചോദ്യത്തിലൂടെയാണ് കേട്ടോ. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ് നോക്കിയേ: ബെലിറ്റ, മുസിരിസ്, നെൽക്കിണ്ട, നൗറ. അപ്പം ഏതാണ് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം ഏതാണ്? അത് മുസിരിസ് ആണ്, നമുക്കറിയാമല്ലോ. ഓപ്ഷൻ ബി ആണെന്ന് നമുക്കറിയാമല്ലേ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചേ. നമുക്ക് നോക്കാം, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം, വിശദീകരിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ. ശ്രദ്ധിക്കുക. പുരാതന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരമായിരുന്നു മുസിരിസ്, അല്ലെ? എന്താണ്? പുരാതന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരമായിരുന്നു മുസിരിസ്. നോക്കിയേ, കൊടുങ്ങല്ലൂർ, വടക്കൻ പറവൂർ മേഖലകളിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നതായിട്ട് കരുതപ്പെടുന്നത്. കൊടുങ്ങല്ലൂര്, വടക്കൻ പറവൂർ മേഖലകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ എവിടെയാണ്? കൊടുങ്ങല്ലൂര്, വടക്കൻ പറവൂർ കേട്ടോ. ഇനി വ്യാപാര ബന്ധങ്ങൾ നോക്കിയാലും നമുക്ക്. ഓക്കെ, ശ്രദ്ധിച്ചേ. BC 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ റോമൻ, ഗ്രീക്ക്, ഈജിപ്ഷ്യൻ, ഫിനീഷ്യൻ വ്യാപാരികൾ സുഗന്ധവ്യഞ്ജനങ്ങൾക്കായിട്ട് മുസിരീസിൽ എത്തിയിരുന്നു. എന്താണ്? സുഗന്ധ വ്യഞ്ജനങ്ങൾക്കായിട്ട്, പ്രത്യേകിച്ച് എന്തിനായിരുന്നു? കുരുമുളകിനായിരുന്നു കേട്ടോ. ഇവിടെ മുസിരീസിൽ എത്തിയിരുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? BC 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ റോമൻ, ഗ്രീക്ക്, ഈജിപ്ഷ്യൻ, ഫിനീഷ്യൽ വ്യാപാരികള് സുഗന്ധ വ്യഞ്ജനങ്ങൾക്കായിട്ട് ഇവിടെ എത്തിയിരുന്നു? മുസിരിസിൽ എത്തിയിരുന്നു. പ്രധാനമായിട്ടും എന്ത് വിളക്കാണ്? കുരുമുളകിനായിരുന്നു കേട്ടോ. പ്രധാനമായിട്ട് കുരുമുളകിനായിരുന്നു. അത് നോക്കിയേ. മുസിരിസിന്റെ പൈതൃക പദ്ധതി നമുക്ക് നോക്കാം. മുസിരിസ് ഹെറിറ്റേജ് പ്രോജക്റ്റ് നോക്കിയാലോ. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള പ്രാധാന്യം വീണ്ടെടുക്കുന്നതിനായിട്ട് നടപ്പിലാക്കുന്ന ഒരു വലിയൊരു പുരാവസ്തു പൈതൃക പദ്ധതിയാണ് ഏത്? മുസിരീസ് ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് കേരളത്തിന്റെ നേതൃത്വത്തില് ഈ ഒരു പ്രദേശത്തിന്റെ ചരിത്രവും അതുപോലെ തന്നെ എന്താണ്, സാംസ്കാരികവുമായിട്ടുള്ള പ്രാധാന്യം വീണ്ടെടുക്കുന്നതിനായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ആണ് ഏത്? മുസിരീസ് പൈതൃക പദ്ധതി അഥവാ മുസിരീസ് ഹെറിറ്റേജ് പ്രോജക്റ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, ശ്രദ്ധിച്ചേ. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങള്, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങള്, ഉഷ്ണമേഖല മുൾക്കാടുകള്, പർവ്വത വനങ്ങള്. അപ്പം ഇതിലേതാണ് ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായിട്ട് കാണുന്ന വനവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് അല്ലേ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് വ്യാപകമായിട്ട്, ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായിട്ട് കാണപ്പെടുന്ന വനവിഭാഗം. നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ശ്രദ്ധിച്ചേ. ഉത്തരേന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പിന്നെ മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ പ്രദേശങ്ങളിലും ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങള് കാണാനായിട്ട് സാധിക്കും. എവിടൊക്കെയാണ്? മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കർണാടക. ഉത്തരേന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ എന്തുണ്ട്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇനി നോക്കിയേ. ഈ വനങ്ങള് പ്രധാനമായിട്ടും എത്രയാണ്? 70 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ്? എവിടെയാണ്? വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. വേനൽക്കാലത്ത് വരൾച്ച അനുഭവപ്പെടുന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. വേനൽക്കാലത്ത്
എന്താണ് വരൾച്ച അനുഭവപ്പെടുന്നതും എന്താണ് ഇത്തരത്തിലുള്ള ഇലപൊഴിയും വനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. പ്രധാനമായിട്ടും 70 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ് വേനൽക്കാലത്ത് വരൾച്ച അനുഭവപ്പെടുന്നതിനും ഇത് കാരണമാകുന്നുണ്ട് കേട്ടോ. ഇന്ന് നോക്കിയേ, ഈ വരൾച്ചയെ അതിജീവിക്കാനായിട്ട് വേനൽക്കാലത്ത് ഇലകൾ പൊഴിച്ചു കളയുന്ന മരങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. വരൾച്ചയെ അതിജീവിക്കാനായിട്ട് വേനൽക്കാലത്ത് ഇലകൾ പൊഴിച്ചു കളയുന്ന മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഏതൊക്കെ മരങ്ങളാ? തേക്കുണ്ട്, സാലുണ്ട്, മാഹുവയുണ്ട്, പ്ലാഷ് ഉണ്ട്. ഇവയൊക്കെ എന്നിവ പ്രധാനപ്പെട്ട വൃക്ഷങ്ങളാണ്. എന്തിന്? ഈ വരൾച്ചയെ അതിജീവിക്കുന്നതിനായിട്ട് വേനൽക്കാലത്ത് ഇലകൾ പൊഴിച്ചു കളയുന്ന മരങ്ങള് ഏതൊക്കെയാണ്? തേക്ക്, അതുപോലെ തന്നെ സാല്, മഹുവ, പ്ലാഷ് എന്നിവ പ്രധാനപ്പെട്ട വൃക്ഷങ്ങളാണ്. അപ്പൊ നമ്മൾ മുസീരിസിന്റെ ചോദ്യം നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മള് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങള് നമ്മൾ കണ്ടു അല്ലെ. നമ്മൾ ഓരോ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായിട്ട് കാണപ്പെടുന്ന വനവിഭാഗം നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകണം. ശ്രദ്ധിക്കുക, അടുത്ത വിശദീകരണത്തിലേക്ക് പോകാൻ ശ്രദ്ധിച്ചേ. തേക്ക് പോലുള്ള മരങ്ങൾ ഉയർന്ന വാണിജ്യ മൂല്യമുണ്ട് അല്ലെ. തേക്ക് പോലെയുള്ള മരങ്ങൾക്ക് എന്താണ്? ഉയർന്ന വാണിജ്യ മൂല്യമുണ്ട് അല്ലെ. അപ്പം അതിനാൽ എന്താണ് ഇവ സാമ്പത്തികമായിട്ട് വളരെ പ്രധാനപ്പെട്ടവയാണ്. അതുപോലെ തന്നെ എന്താണ് തടി വ്യവസായത്തിനും ഇത് വലിയ സംഭാവന നൽകുന്നുണ്ട്. തടി വ്യവസായത്തിനും ഇത് വലിയ സംഭാവന നൽകുന്നുണ്ട്. ഇത് നോക്കിയാൽ ഈ വിഭാഗത്തിൽ തന്നെ ഈർപ്പമുള്ളതും അതുപോലെ നമ്മൾ പറഞ്ഞ വേനൽക്കാലത്ത് വരൾച്ച അനുഭവപ്പെടുന്നതിന് ഇത് കാരണമാകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇത് കേട്ടോ. ഈ വിഭാഗത്തിൽ തന്നെ എന്തുണ്ട്? ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളും അതുപോലെ തന്നെ വരണ്ട ഇലപൊഴിയും വനങ്ങളും ഉണ്ട് കേട്ടോ. എന്നിങ്ങനെ രണ്ട് ഉപവിഭാഗങ്ങളുണ്ട്. ഇതിന് രണ്ട് ഉപവിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ഉപവിഭാഗങ്ങൾ നോക്കിയേ. ഒന്ന് ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളും വരണ്ട ഇലപൊഴിയും വനങ്ങളും. അവ രണ്ടുമാണ് രണ്ട് ഉപവിഭാഗങ്ങള്. കേട്ടല്ലോ, മനസ്സിലായല്ലോ. ഇനി കേരളത്തിൽ ഇവയുടെ വിസ്തൃതി താരതമ്യേന കുറവാണെങ്കിലും പാലക്കാട്, വയനാട് തുടങ്ങിയ ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ ഇവ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ ഇവയുടെ വിസ്തൃതി താരതമ്യേന കുറവാണെങ്കിലും എവിടൊക്കെയാണ്? പാലക്കാട്, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തുടങ്ങിയ ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ ഇവ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയുമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളുടെ പ്രത്യേകതകൾ കേട്ടോ. ഉപവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടു. അതുപോലെ തന്നെ വേനൽക്കാലത്ത് വരൾച്ച അനുഭവപ്പെടുന്നതിന് ഇത് കാരണമാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഏതൊക്കെയാണ്? തേക്കുണ്ട്, പ്ലാഷ് ഉണ്ട്, പിന്നെ ഏതൊക്കെയായിരുന്നു? തേക്ക്, പ്ലാഷ്, അതുപോലെ തന്നെ മഹുവ, സാല്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? വരൾച്ചയെ അതിജീവിക്കാനായിട്ട് വേനൽക്കാലത്ത് ഇലകൾ പൊഴിച്ചു കളയുന്ന വൃക്ഷങ്ങളാണ് അല്ലെ, മരങ്ങളാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ശ്രദ്ധിക്കുക, നോക്കിക്കേ. അടുത്തൊരു ചോദ്യം. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഗോദാവരി, ദാമോദർ, സോണ്, കോസി. ഏതാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ദാമോദർ ആണ് അല്ലെ, ദാമോദർ ആണ്. അങ്ങനെയാണെങ്കിൽ കോസിയോ? ബീഹാറിന്റെ ദുഃഖമാണ് കോസി അല്ലെ. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി. ബീഹാറിന്റെ ദുഃഖം. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി. അപ്പം ഒരു ചോദ്യം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യം. ഓക്കെ, അപ്പം ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴാണെങ്കിലും ശരി, പഠിക്കുമ്പോഴാണെങ്കിലും ശരി, ധാരാളമായിട്ട് കാണുന്ന ഭാഗമാണ് ഈ ഒരു അന്തരീക്ഷത്തിന്റെ പാളി എന്ന് പറയുന്നത് അല്ലെ. അപ്പം പക്ഷെ നമുക്ക് തെറ്റാനായിട്ടുള്ള സാധ്യതയും ധാരാളമായിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷന്റെ പുറത്ത് നമ്മൾ തെറ്റിക്കും അല്ലെ. ടെൻഷന്റെ പുറത്ത് നമ്മൾ തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം വളരെ സാവധാനം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാല്, പിന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, നമ്മൾ പരീക്ഷയുടെ അടുക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്.
പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ശരി ഏത് എന്നതിന് പകരം നമ്മൾ തെറ്റേത്, ശരിയല്ലാത്തത് ഏത്, ശരി ഏത് എന്ന് ചോദിക്കുന്നതിന് പകരം അങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴത്തേനും നമ്മൾ ആകെപ്പാടെ കൺഫ്യൂഷൻ ആകാറുണ്ട് അല്ലേ? നമുക്ക് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആവേശത്തിന്റെ പുറത്ത് നമ്മൾ അങ്ങ് കയറി അങ്ങ് മാർക്ക് ചെയ്ത് വെക്കും. പക്ഷെ എന്താണ്, ചിലപ്പോൾ അത് തെറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം എന്താണ്, വളരെ ക്ഷമയോടുകൂടി എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിനെ സമീപിക്കട്ടെ. വളരെ ക്ഷമയോടുകൂടി, ഒരുപാട് ധൃതി, നമുക്കെന്നാ ധൃതി വേണം താനും. പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്ന ആൻസറിലേക്ക് എത്തുന്ന സമയം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ അല്ലേ? പക്ഷേ ചോദ്യം കൃത്യമായിട്ട് വായിക്കണം കേട്ടോ. അപ്പം നമുക്ക് ചില സമയങ്ങളിൽ ചില ചോദ്യങ്ങൾ നമ്മളെ കുഴപ്പിക്കാറുണ്ട്. അപ്പം അത്തരം സമയങ്ങളിൽ നമുക്ക് അറിയാവുന്ന ആൻസറുകളായിരിക്കും നമുക്ക് തെറ്റിപ്പോകുന്നത്. അത് ചിലപ്പോൾ നമ്മൾ വേറെ 3, 4, 5, 6 എണ്ണൊക്കെ അറിയാത്തതൊക്കെ ശരിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അറിയാവുന്നത് തെറ്റിപ്പോകുമ്പോൾ നമുക്ക് നല്ല സങ്കടം വരാറുണ്ടല്ലേ? നമ്മൾ അറിഞ്ഞോണ്ടെന്നല്ല, നമ്മൾ അറിയാതെ തെറ്റിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നാറുണ്ട് അല്ലേ? അപ്പം ചോദ്യം കൃത്യമായിട്ട് വായിക്കുക കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം അല്ലെ ഏതാണ് എന്ന്. നോക്കിക്കേ, ട്രോപ്പോസ്ഫിയർ ഉണ്ട്, മെസോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്. ഇതിലേതാണ് ഓസോൺ സ്ഥിതി ചെയ്യുന്ന പാളി എന്ന്, അന്തരീക്ഷ പാളി എന്ന് നമുക്കറിയാം. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലെ? സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ഇത് നമ്മള് കുഞ്ഞു ക്ലാസ് മുതൽ ഞാൻ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഈ 2026 മുതലുള്ള ചോദ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, 2026 വേണ്ട, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് SSCRTയുടെ 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗത്ത് നിന്നാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ പാഠഭാഗങ്ങൾ കൂടുതലായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പാഠഭാഗങ്ങൾ വായിക്കുക അല്ലെങ്കിൽ റാങ്ക് ഫയൽ വായിക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് പുസ്തകം അല്ലെ? അപ്പൊ അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് അത് പതിയും. കാരണം നമ്മൾ കുറച്ചും കൂടെ ഏജ്ഡ് ആയി. അപ്പൊ തന്നെ നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ പുസ്തകം കാണുമ്പോൾ, കുട്ടികളുടെ പുസ്തകം കാണുമ്പോൾ അത് വായിക്കുമ്പോൾ അതിനകത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് പതിയും. കുറച്ച് ചിത്രങ്ങളും കൂടെ ഒക്കെ ആകുമ്പോൾ തന്നെ അത് കുഞ്ഞുങ്ങളെ അട്രാക്ട് ചെയ്യാനാണ് അത് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും നമുക്കത് കൂടുതൽ റാങ്ക് ഫയൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് സമയം അതില് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ബോറടിക്കില്ല. റാങ്ക് ഫയലിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ വിശദീകരണങ്ങളും കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ ബോറടി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത്, SSCRTയുടെ ടെക്സ്റ്റുകൾ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നുള്ള ഒരു ബോറടി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എഴുതി പോവുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെ നിരന്തരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോർഷൻസും കവർ ചെയ്യാനായിട്ട്, നമുക്ക് പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം SSCRTയുടെ ചാപ്റ്ററിന് എത്രമാത്രം പ്രാധാന്യമാണ് ഉള്ളതെന്ന് കോമ്പറ്റേറ്റീവ് എക്സാം ഇതുവരെ എഴുതിയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക്, ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഇതിന്റെ ഒന്നും ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് 7ാം ക്ലാസ്സിലെ പുസ്തകങ്ങളിലൊക്കെ ആണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെ പുസ്തകത്തിലൊക്കെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമയമില്ലാത്തവർക്ക്, നമ്മൾ ജോലി ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്തുകൊണ്ട് PSCക്ക് പഠിക്കുന്നവരുണ്ട്, അവർക്കൊന്നും സമയമില്ലാത്തവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലായിട്ടും ഇങ്ങനത്തെ വിശദീകരണങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് നമ്മുടെ ടെലഗ്രാം പേജിൽ അവൈലബിൾ ആണ് കേട്ടോ. ക്ലാസ് അല്ല, സോറി, ഈ PDF-കൾ ധാരാളമായിട്ട് നമ്മുടെ എടുക്കുന്ന ക്ലാസ്സിന്റെ PDF-കളെല്ലാം ടെലഗ്രാം പേജിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ പുസ്തകം പഠിക്കാനായിട്ട് സമയമില്ലാത്തവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകരിക്കും കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാൻ ശ്രദ്ധിക്കാം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന ഒരു വാതകമാണ് ഓസോൺ എന്ന് പറയുന്നത് അല്ലെ? അപ്പം ഇത് 3 ഓക്സിജൻ ആറ്റങ്ങളാലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് 3 ഓക്സിജൻ ആറ്റങ്ങളാലാണ് രൂപം കൊള്ളുന്നത്. ഒന്നെന്താണ്, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന ഒരു വാതകമാണ് ഓസോൺ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇതിന് ഓക്സിജനേക്കാൾ സ്ഥിരത കുറവാണ്. ഓക്സിജനെക്കാട്ടിലും എന്ത് കുറവാണ്? സ്ഥിരത കുറവാണ് ഓസോണ്. ഓക്സിജനെക്കാട്ടിലും സ്ഥിരത കുറവാണ് എന്തിന്? ഓസോണിന്. അതുപോലെ തന്നെ അതിനാൽ എന്ത് സംഭവിക്കുന്നു? കൂടുതൽ ക്രിയാശീലത ഇതിന് കൂടുതലാണ് കേട്ടോ. ക്രിയാശീലത ഇതിന് കൂടുതലാണ്. ഇനി നോക്കിയേ, അതായത് മറ്റ് സംയുക്തങ്ങളുമായിട്ടുള്ള ഇടപെടലിലൂടെ ഇതിന് എന്ത് സംഭവിക്കുന്നു? ഇത് എളുപ്പത്തിൽ രൂപപ്പെടുകയും തകർക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. ഓക്സിജനെക്കാട്ടിലും എന്ത് കൂടുതലാണ്? സ്ഥിരത ഇതിന് കൂടുതലാണ്.
എന്താണ്? ഓക്സിജനേക്കാൾ ഇതിനെന്താണ്? സ്ഥിരത കുറവാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇതിന് ക്രിയാശീലത കൂടുതലാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? മറ്റു സംയുക്തങ്ങളുമായിട്ടുള്ള ഇടപെടലിലൂടെ ഇതിനെ കൂടുതൽ എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുത്താനായിട്ടും അതുപോലെ തന്നെ തകർക്കാനായിട്ടും സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഭൂമിയുടെ അന്തരീക്ഷത്തിലെ 2 മേഖലകളിലാണ് ഓസോൺ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അത് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറുമാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ എത്ര ശതമാനമാണ്? 90% ഓസോൺ നമുക്ക് കാണാൻ പറ്റും. സ്ട്രാറ്റോസ്ഫിയറിൽ എത്ര ശതമാനമാണ്? 90% എന്ത് കാണാനായിട്ട് സാധിക്കും? ഓസോണിനെ കാണാൻ സാധിക്കും. പക്ഷെ എന്താണ്? ട്രോപ്പോസ്ഫിയറിൽ എത്രയാണ്? 10% മാത്രമേ എന്തുള്ളൂ? ഓസോണിന്റെ സാന്നിധ്യമുള്ളൂ. 10% മാത്രമേ ഉള്ളൂ കേട്ടോ. 10% മാത്രം. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ 2 മേഖലകളിലും എന്ത് സാധിക്കുന്നുണ്ട്? 2 അന്തരീക്ഷ പാളികളിലും ഓസോണിന്റെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കും. അത് സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറുമാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് 90% എന്ത് കാണാൻ സാധിക്കുന്നത്? ഓസോണിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കുന്നത്. എന്നാൽ ട്രോപ്പോസ്ഫിയറിൽ 10%മേ ഉള്ളൂ. സ്ട്രാറ്റോസ്ഫിയറിൽ 90% ആണെങ്കിൽ ട്രോപ്പോസ്ഫിയറിൽ എത്രയാണ്? 10%. ഓക്കെ, മനസ്സിലായല്ലോ? വ്യത്യാസം മനസ്സിലായല്ലോ? ഇനി നോക്കാം സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ. നോക്കിയേ, ഇത് മുകളിലെ അന്തരീക്ഷത്തിൽ നമുക്കറിയാം അല്ലെ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ഒക്കെ നമുക്കറിയാം അല്ലെ? അപ്പം ഇത് മുകളിലത്തെ അന്തരീക്ഷ പാളിയാണ് എന്ന് നമുക്കറിയാം. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10 മുതൽ 50 കിലോമീറ്റർ വരെ ഇത് നിലകൊള്ളുന്നു. എത്രയാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എത്രയാണ്? 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഇത് ഉയരത്തില് സ്ഥിതി ചെയ്യുന്നു. ഇനി നോക്കിയേ, സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോണിന്റെ സാന്ദ്രത കൂടുതലാണ്. ഏകദേശം എത്രയാണ്? 90%-ഓളം ഉണ്ട് കേട്ടോ. 90%. ഇനി സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി എന്ന് വിളിക്കുന്ന മേഖല ഉൾപ്പെടുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി എന്ന് വിളിക്കുന്ന ഒരു മേഖല എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നുണ്ട്. ഇനി നോക്കിയേ, ഈ സ്ട്രാറ്റോസ്ഫിയറിൽ സൂര്യനിൽ നിന്നുള്ള വികിരണത്തിന്റെ ഒരു ഭാഗം ആഗിരണം ചെയ്ത് എന്താണ്? ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ എത്തുന്നത് തടയുന്നതിലൂടെയുള്ള സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് എന്താണ്? ഓസോൺ എന്ത് ചെയ്യുന്നു? ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. ആര്? ഓസോൺ പാളി. ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. എങ്ങനെയെന്ന് നോക്കിയേ, സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണ്? സൂര്യനിൽ നിന്നുള്ള വികിരണത്തിന്റെ ഒരു ഭാഗം ആഗിരണം ചെയ്ത് ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ എത്തുന്നത് തടയുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ പാളി എന്തിനെ സംരക്ഷിക്കുന്നു? ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇതെല്ലാം കുഞ്ഞു ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? നമ്മളെല്ലാം ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ഇനി നോക്കിയേ, ഭൂമിയിലെ ജീവികൾ കനത്ത അൾട്രാവയലറ്റ് കിരണങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല. എന്താണ്? ഭൂമിയിലെ ജീവികൾ എന്ത് ചെയ്യുന്നു? കനത്ത അൾട്രാവയലറ്റ് കിരണങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല അല്ലേ? അപ്പം അത് അവയെ കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നു. അപ്പം അതുപോലെ തന്നെ എന്താണ്? UVC, UVB വികിരണങ്ങളെ പ്രതിഫലിപ്പിക്കാൻ ഓസോൺ പാളി ഇല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ജീവൻ അധികകാലം എന്ത് ചെയ്യത്തില്ല? നിലനിൽക്കത്തില്ല. അപ്പൊ നമുക്കറിയാം ഓസോൺ പാളി സംരക്ഷിക്കണം എന്ന് പറയുന്നത് വനനശീകരണം നടത്തരുത്, അതുപോലെ എന്താണ് ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കരുത്, ക്ലോറോഫ്ലൂറോ കാർബണിന്റെ ഉപയോഗം ഇതെല്ലാം എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓസോൺ പാളി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഓസോൺ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഓസോൺ ശോഷണം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് നമ്മള് കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഇത്തരം കാര്യങ്ങൾ എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ പോയിന്റും എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെയാണ് എന്നുള്ളതാണ് കേട്ടോ. കൽപ്പാക്കം, നറോറ, താരാപൂർ, കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെയാണത്? താരാപൂർ ആണ് കേട്ടോ. താരാപൂർ, ഓപ്ഷൻ സി, താരാപൂർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നോക്കിയേ, ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം താരാപൂർ ആണവ വൈദ്യുതി നിലയമാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ഏതാണ്? താരാപൂർ ആണവ വൈദ്യുത നിലയമാണ്. എന്നാണ്? 1969 ഒക്ടോബർ 28 കമ്മീഷൻ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ ശക്തി നിലയമാണ് ഏത് എന്ന് പറയുന്നത്? ഇന്ത്യയിലെ താരാപൂർ ആണവ വൈദ്യുത നിലയം. ആണവ വൈദ്യുത നിലയം എപ്പോഴാണ്? 1969 ഒക്ടോബർ 28 കമ്മീഷൻ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ വൈദ്യുത നിലയമാണ് ഏത്? താരാപൂർ ആണവ വൈദ്യുത നിലയം. ഇനി നോക്കിയേ, ഇന്ത്യയും അമേരിക്കയും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും തമ്മിൽ ഒപ്പുവെച്ച് 123 കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് കമ്മീഷൻ ചെയ്തത്. അപ്പം നമ്മൾ പറഞ്ഞു 1969 ഒക്ടോബർ 28 കമ്മീഷൻ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ നിലയമാണ്. ആണവ നിലയമായിരുന്നു ഏത്? ഈ താരാപൂർ വൈദ്യുത ആണവ നിലയം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിയേ, അതുപോലെ തന്നെ ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും തമ്മിൽ ഒപ്പുവെച്ച 123 കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് കമ്മീഷൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. കമ്മീഷൻ ചെയ്തത്. അപ്പൊ നമ്മൾ താരാപൂർ ആണവ വൈദ്യുത നിലയത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഇനി നോക്കിയേ, അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക. താരാപൂർ ആണവ വൈദ്യുത നിലയം ശ്രദ്ധിച്ചേ, മഹാരാഷ്ട്രയിലെ ബോയ്സറിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ആണവ നിലയം. ഇനി ഇത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതും അത് പ്രവർത്തിപ്പിക്കുന്നതും ആണ്. എന്താണ്? ഏതിന്റെ കീഴിലാണ്? സർക്കാർ ഉടമസ്ഥതയിലുള്ള എന്തിന്റെയാണ്? ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ NCPIL ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതും അത് പ്രവർത്തിപ്പിക്കുന്നതും ആണ് ഏത്? താരാപൂർ ആണവ വൈദ്യുത നിലയം. അപ്പം 1969 ഒക്ടോബർ 28 ഓർത്തിരിക്കണം. അതുപോലെ തന്നെ 123 കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് കമ്മീഷൻ ചെയ്തത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ബോയ്സറിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ആണവ നിലയമാണ് താരാപൂർ വൈദ്യുത ആണവ നിലയം. ഓക്കെ, അത്രയും കിട്ടിയില്ലേ? ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ഈ ചോദ്യത്തിന് ഉത്തരം ആര് ആൻസർ ചെയ്യണം? നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. അപ്പം ആരൊക്കെ ലാസ്റ്റ് വരെ കണ്ടു എന്നറിയാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ ചോദ്യത്തിന് അവസാനം നമ്മുടെ സ്ലൈഡിന്റെ അവസാനം ഒരു ചോദ്യം ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം ഏതാണ്? ബാംഗ്ലൂർ ആണോ, മുംബൈ ആണോ, തിരുപ്പൂർ ആണോ, കാഞ്ചീപുരം ആണോ? ഏതാണ് എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആൻസർ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോ അടുത്ത് നടക്കാൻ പോകുന്ന ഫയർമാൻ എക്സാമിന് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ എടുത്താണ് ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ഞാൻ എത്തിയത്. വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് ഞാൻ പറഞ്ഞു. ഈ അന്തരീക്ഷ പാളിയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ 1-2 ചോദ്യങ്ങളൊക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം 5 മാർക്കിനാണ് ചോദ്യം വരിക. അപ്പം വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് തോന്നുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിങ്, അതുപോലെ തന്നെ റിവറുമായിട്ട് ബന്ധപ്പെട്ടത്, ഇത്തരത്തിലുള്ള അന്തരീക്ഷ പാളിയുമായിട്ട് ബന്ധപ്പെട്ടത്, ഇത്തരം ഭാഗങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടത്. വിൻഡുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പം ഇത്തരം ഭാഗങ്ങളൊക്കെ പ്രഷർ ബെൽറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇത്തരം ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ നോട്ട്സ് ടെലഗ്രാം പേജിൽ, ചലഞ്ചർ ആപ്പിന്റെ ടെലഗ്രാം പേജിൽ അവൈലബിൾ ആണ്. അത് എടുത്ത് പഠിക്കാനും കൂടെ ശ്രമിക്കുക കേട്ടോ. പരീക്ഷയുടെ അടുത്ത് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. മറ്റൊന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ചലഞ്ചർ ആപ്പ്. കാരണം നമുക്ക് ആപ്പിന്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്കറിയാം സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ നല്ലൊരു ആപ്പാണ് ചലഞ്ചർ ആപ്പ്. അപ്പം ഈ നേരത്തെ എടുത്ത കുട്ടികളാണെങ്കിൽ പോലും അവർ പറയുന്നത് നമുക്ക് ഗെയിമിലൂടെ ഒക്കെ പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എക്സാം അനുസരിച്ചുള്ള ടോപ്പിക് വൈസ് എടുത്തിട്ട് നമുക്ക് എത്ര ഡേയ്സ് വേണോ അതനുസരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ധാരാളമായിട്ടുള്ള മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പരീക്ഷയുടെ അടുത്ത് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്
ചലഞ്ചർ ആപ്പിന് സാധിക്കുന്നുണ്ട്. അപ്പം മികച്ച അധ്യാപകരുടെ ക്ലാസ് ആണ് ആപ്പിലുള്ളത്. അപ്പം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് സർവീസിൽ കയറാനായിട്ട് സാധിക്കും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധാരാളമായിട്ട് മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ മെറ്റീരിയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾ മെറ്റീരിയൽസിന് എങ്ങും പോകേണ്ട, മോക്ക് എക്സാമിന് എങ്ങും വേറെ എങ്ങും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തേടി നടക്കേണ്ട, എല്ലാം എന്തുണ്ട് ചലഞ്ചർ ആപ്പിൽ തന്നെയുണ്ട്. മാത്രമല്ല നമുക്ക് എക്സാമിന്റെ ഡേറ്റ് അറിഞ്ഞ് നമുക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് ആപ്പ് തന്നെ സെറ്റ് ചെയ്ത് തരും. ധാരാളം നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട് ആപ്പില്. അപ്പൊ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക്